പടം 1947 ജനനം. ആ പടം അത് ഒരു ഫീൽ ഗുഡ് പടം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ അഭിനയം എല്ലാം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു വാർദ്ധക്യത്തിലെ പ്രണയവും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും കഥ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെന്താ പറയുക, ഒരു അവാർഡ് പടം ആ ഒരു ടൈപ്പിലുള്ള ഒരു ഹൃദയസ്പർശിയായിട്ടുള്ളൊരു പടം അങ്ങനെ കാണുന്നു. കൂടുതൽ ഇതിലൊന്നും പറയാനില്ല. ഫീൽ ഗുഡ് പടം. അതാ പറഞ്ഞത്, ഹൃദയസ്പർശിയായ നല്ലൊരു മെസ്സേജും കാര്യങ്ങളൊക്കെ തന്നെ ഒരു പടമാണ് ഈ പടം. വളരെ സന്തോഷം തോന്നി. ലീല സാംസൺ മാമിൻ്റെ ബോഡി ലാംഗ്വേജുമായിട്ട് വളരെ മാച്ചായിട്ട് എനിക്ക് തന്നെ തോന്നി. ഞാൻ സ്വയം വിലയിരുത്തിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഒരു 2008 മുതൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. സുബ്ബലക്ഷ്മി അമ്മയ്ക്കും അങ്ങനെയുള്ള മെയിൻ വിജയകുമാരി അങ്ങനെയൊക്കെയുള്ളവർക്ക് വോയിസ് കൊടുക്കാറുണ്ട്. പിന്നെ ഷീലാമ്മയ്ക്ക് ഇതുവരെ ആരും ഡബ് ചെയ്തിട്ടില്ല. ആ കൊറോണ സമയത്ത് ഒരിക്കൽ അവർക്ക് ഇവിടെ വന്ന് ഡബ് ചെയ്യാൻ അമ്മയുടെ വോയിസ് മിക്ക് ചെയ്യായിരുന്നു. അതിനുശേഷം ലെങ്തി ആയിട്ടുള്ള ഒരു ഫുൾ ലെങ്ത് കഥാപാത്രം ചെയ്യുന്നത് ഇപ്പോഴാണ്. വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട് ലീല സാംസൺ മാമിന് വേണ്ടി വോയിസ് കൊടുക്കാൻ കഴിഞ്ഞതിൽ. ഒത്തിരി സന്തോഷം. ഒരു പടത്തിലെ ഒരു ഡബിങ് വോയിസ് യൂസ് ചെയ്തിട്ടുള്ളൂ. അഭിനയ ചക്രവർത്തിനിയല്ലേ, അവർക്കൊരിക്കലും വോയിസ് കൊടുക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ആ കൊറോണ സമയത്ത് അവർക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ ശബ്ദം അതിനുവേണ്ടി, അത് അമ്മച്ചിക്കൂട്ടിലെ പ്രണയകാലം എന്ന് പറഞ്ഞിട്ടൊരു സിനിമയായിരുന്നു. അതിനകത്തൊരു 28 സീനോളം ഉണ്ട്. അതിന് ഞാൻ വോയിസ് കൊടുത്തിരുന്നു. അതും കറക്റ്റ് മാമിൻ്റെ ശബ്ദം തന്നെയാണ് എന്ന് പറഞ്ഞ് എന്നെ അവിടുന്ന് ചെന്നൈയിൽ നിന്ന് വിളിച്ചിരുന്നു. ഷീല മാം വിളിച്ചിരുന്നു, നന്നായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പം മാമിനും ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞു എന്നോട്. ഹൃദയസ്പർശി ഹാർട്ട് ടച്ചിങ് ഫിലിമാണ്. ജ്യോതിരാഷ്ട്ര പടം ഇങ്ങനെ വന്നതാണ്. നല്ലൊരു ഇപ്പോൾ പേരൻസിനെ നോക്കേണ്ട, അതിൻ്റെ പടം കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. ആ മെസ്സേജ് എത്രമാത്രം പ്രായോഗികമാണെന്ന് അറിയില്ല. എന്തായാലും നല്ലൊരു ഫിലിമാണ്. അതായത് ഹാർട്ട് ടച്ചിങ് ഫിലിമാണ്. നന്ദിയില്ലാത്ത ഈ കാലത്ത് നല്ല മെസ്സേജ് കൊടുക്കുന്ന മൂവിയാണ്. 2 മെസ്സേജാണ്. ഒന്ന് പേരൻസിനെ മക്കൾ നോക്കണം, അത് എല്ലാ കാലത്തുള്ളതാണ്. മറ്റേതൊരു ആശയം എത്രമാത്രം പ്രായോഗികമാണെന്ന് അറിയില്ല. അത് നല്ല ആശയമാണ്. അത് നല്ലതല്ല, അടിപൊളിയാണ്. ഈ സ്ക്രിപ്റ്റ് പറയുന്നതും പടം നല്ലതാണ്. സിനിമ കണ്ടു. വളരെ എനിക്കത് പുതിയ തലമുറക്ക് ഒരുപാട് സന്ദേശം കൊടുക്കുന്നൊരു സിനിമയാണ്. പ്രത്യേകിച്ച് ഇതിനകത്ത് വരുന്നൊരു പ്രധാന മുഹൂർത്തം, ഈ നായികയുടെ മകൻ ഫ്യൂണറൽ കഴിയുമ്പോൾ അവൻ്റെ മുഖത്ത് വരുന്നൊരു ഭാവമുണ്ട്, ഒരു കുറ്റബോധം, സ്വന്തം അമ്മയോട് ചെയ്യുന്നൊരു കുറ്റബോധം.